ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ പഴയ സെറ്റി, അതായത് നമ്മളുടെ പഴയ കാലത്തെ സെറ്റിയില്ലേ, അത് നമുക്ക് റീവർക്ക് ചെയ്ത് കുഷനോടുകൂടി, സ്പ്രിങ് ആക്ഷൻ കുഷനോടുകൂടി എങ്ങനെ റിപ്പയർ ചെയ്ത് നമുക്ക് തന്നെ 5 പൈസ ചിലവില്ലാതെ, നമുക്ക് ആരുടെയും സഹായമില്ലാതെ, വീട്ടമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന റീയൂസ് സെറ്റിയുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് സിമ്പിളാണ്. ഞാൻ പണ്ട് ഒരു വീഡിയോ സെറ്റി ഇങ്ങനെ സ്പോഞ്ചൊക്കെ കട്ട് ചെയ്ത് ഇടുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ സെറ്റി എടുത്തിട്ട് പൊടിയൊക്കെ തട്ടി എല്ലാം ശരിയാക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പണ്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സ്പോഞ്ച് കട്ട് ചെയ്ത് എങ്ങനെ പഴയ സെറ്റിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ പഴയ സെറ്റിയുടെ സ്പ്രിങ് ആക്ഷൻ പോയ ഈ വീഡിയോയും പുതിയതാക്കി ഇടുന്നതും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യുക. 5 പൈസ നമുക്ക് ചിലവില്ല. 5 പൈസ ചിലവില്ലാതൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് സ്പോഞ്ച് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് 5 പൈസ ചിലവില്ല. അല്ലാന്നുണ്ടെങ്കിൽ റെയിൻ കോട്ടുകളൊക്കെ ഉണ്ടല്ലോ, സ്പോഞ്ച് പോലെ ബുള്ളറ്റിലൊക്കെ ഇട്ടിട്ട് പോകുന്ന ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അത് ഞാനിതിൽ കാണിക്കുന്നില്ല, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ ഈ സ്പോഞ്ച് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്പോഞ്ച് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്റ്റാർട്ടിങ് 500 രൂപ മുതൽ സ്പ്രിങ് ആക്ഷൻ 1000 രൂപയുടെ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹോൾസെയിൽ കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് തിരഞ്ഞെടുക്കാം. അതായത് അവർ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടാവും സ്പോഞ്ചുകളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സെറ്റ് റീയൂസ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഒരുപാട് ഈ വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ കമൻറ്റ് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന അലോവേറ പ്യുവർ സോപ്പ്, ആ സോപ്പ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സോപ്പ് 50 രൂപയാണ് ഒരു സോപ്പിന് വില. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് അയച്ചു തരുന്നതായിരിക്കും. കമൻ്റ് ഇടുന്ന ഓരോ കമൻറ്റിന്, അതായത് തിരഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ കമൻ്റ് ഇടുന്നവർക്ക് ഞാൻ എൻ്റെ അലോവേറ സോപ്പ് അയച്ചു തരുന്നതായിരിക്കും. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ കമൻ്റ് ഇടാനൊന്നുമല്ല ഞാൻ പറയുന്നു. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയാലല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പഴയ സെറ്റിയാണിത് കേട്ടോ. ഒരു 10-15 വർഷം ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ നേരത്തെ ചെയ്തതാണ്. ആ വീഡിയോ ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾ ഫുള്ള് കാണും, പഴയ വീഡിയോ. ഇത് ബെഞ്ചൊക്കെയാണ്. അപ്പോൾ ഇത് സെറ്റിയല്ല, വേറെ ഒരെണ്ണം. അപ്പോൾ അത് അറേഞ്ച് ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്തത് എടുത്ത് പൊടിയൊക്കെ തട്ടി, കംപ്ലീറ്റ് പൊടി തട്ടി സ്പോഞ്ച് ഞാൻ ഇടാൻ പോവാണ്. ഇതൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പണ്ടത്തെയാണ്. അപ്പോൾ ആ പണ്ടത്തെ വീഡിയോ ഞാൻ ഇത് മുകളിൽ കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾ ഫുള്ളും കാണും. അപ്പോൾ ഞാൻ ഇത് ഒന്ന് പൊടി തട്ടി എടുക്കുമ്പോഴാണ് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാ നോക്കൂ, ഇത് വന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. താഴത്തും മുകളിലോട്ടും ഇടാനുള്ള സ്പോഞ്ചുകൾ നേരത്തെ. ഇത് ബാക്ക് സപ്പോർട്ട് നമ്മളുടെ പഴയ തലാണിയാണ് കേട്ടോ. അപ്പോൾ അത് ഉറയൊക്കെ കൊടുത്തിട്ട് ബാക്ക് സപ്പോർട്ടിൽ വയ്ക്കാൻ പഴയ തലാണി ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഇതിൽ വീണിട്ടില്ല. പക്ഷെ നിങ്ങൾ പഴയ വീഡിയോ എന്തായാലും നിങ്ങൾ കാണുക, ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാവും സ്പോഞ്ച് കട്ട് ചെയ്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. സെറ്റ് സ്പോഞ്ചൊക്കെ വെച്ച് ബാക്ക് സപ്പോർട്ടിൽ തലാണിയൊക്കെ കൊടുത്ത് ഈ ബെഞ്ചിൽ ഞാൻ സ്പോഞ്ച് കട്ട് ചെയ്തിട്ട് അതും വെച്ച് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുപാട് പൈസയൊന്നും ചിലവാക്കാതെ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് വീട് സെറ്റ് അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പഴയ ബെഞ്ച് വെച്ചിട്ടുള്ള ഇതും ഞാൻ സെറ്റ് ചെയ്ത കണ്ടോ സെറ്റ്. അപ്പോൾ ഈ പഴയ വീഡിയോ ഞാൻ മുകളിൽ കൊടുക്കുക, എന്തായാലും നിങ്ങൾ കണ്ടിരിക്കുക. അപ്പോൾ സ്പോഞ്ച് കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ബാക്ക് സപ്പോർട്ട് നിങ്ങളുടെ പഴയ തലയണയോ പഴയ മെത്തയുടെ പകുതിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ
ഇതിൻ്റെ മുകളിൽ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സെറ്റിയുടെ തുണി വിരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് അത് കവർ ചെയ്ത് ഒന്നും കാണാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മഫ്തയുടെ പിന്ന് കുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തതാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാലും ഇത് കണ്ടോ മഫ്ത പിന്ന് അങ്ങനെ അറേഞ്ച് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാലും ചെറിയ കുട്ടികളുള്ളവർ സൂക്ഷിക്കുക, അല്ലാത്തവർ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. നല്ല സൂപ്പറായിട്ടുണ്ടാവും, പുതിയ സെറ്റ് പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റ.